ചോക്കുവിൻ്റെ ഒരു രാവിലത്തെ ചെറുതായിട്ട് ചുറ്റുന്നത് കാരണം പുറത്തേക്ക് നടക്കാനൊരു എല്ലാം മൂടി കിടക്കുവാണ്. ചെറിയൊരു മഴയുണ്ട്, മഴക്കോളുണ്ട്, ചെറുതായിട്ട് ചാറുന്നുണ്ട്. അതാണ് ചോക്കിന് വെള്ളം എത്തുമ്പോൾ ഒരു ബുദ്ധിമുട്ട്. ബാ നടക്കടാ, വേഗം ബാ നടക്ക്. വീട്ടിൽ പോകണ്ട, ബാ ഇരിക്കണ്ട, ബാ വേഗം. വലിയ മഴ ആകുന്നതിന് മുമ്പ് നമുക്ക് പോയി പ്രഭാത കർമ്മങ്ങളൊക്കെ ചെയ്തിട്ട് വരാം എൻ്റെ ചോക്കുവേ. നല്ല ക്ലൈമറ്റ്, പക്ഷെ ചെറിയൊരു ചാറ്റൽ മഴയുണ്ട്. അതാണ് ചോക്കിനൊരു ബുദ്ധിമുട്ട്. ചോക്കുൻ്റെ ഫ്രണ്ട്സൊക്കെ ഉണ്ടാവും ഇവിടെ കേട്ടോ. നടക്ക്, വാ വലിയ മഴ കാണുന്നതിന് മുമ്പ്. അങ്ങനെ നടന്ന് ഇവിടെയൊക്കെ കുറച്ച് കൺസ്ട്രക്ഷൻ വർക്ക് നടക്കുന്നുണ്ട്. ഡ്രൈനേജിൻ്റെ വർക്കാണെന്ന് തോന്നുന്നു. അത് കാരണം ഇവിടെയൊക്കെ പൊളിച്ചിട്ടേക്കും. ഞങ്ങളുടെ ചോക്കുൻ്റെ വീടിൻ്റെ കോമ്പൗണ്ടാണ്. അതിനുള്ളിൽ തന്നെ നടക്കാനും ഇരിക്കാനും എക്സർസൈസ് ചെയ്യാനും ഒക്കെ ഉള്ള കാര്യം. രാവിലെയും വൈകുന്നേരവും ഒക്കെ നടക്കാൻ വരും. ചോക്ക് നടന്നു വന്നപ്പോൾ നമുക്ക് ഒരു ആൻറ്റി ഇവിടെ നിന്നിട്ട് എക്സർസൈസ് ചെയ്യുന്നത് കണ്ടോ. അവര് കണ്ടോ, ദിവസവും രാവിലെ ചോക്ക് നടക്കാൻ പോകുമ്പോഴൊക്കെ കാണുന്നതാ. ചോക്കിന് ചെയ്യണോ? കുറച്ചു നേരം നിന്ന് കണ്ടാലോ. ദിവസവും ചെയ്യും. ഇവരൊക്കെ ഹെൽത്തി ആയിട്ടിരിക്കുന്നതിൻ്റെ ഒരു കാരണം ഇതാണ്. ഇരിക്കാനുള്ളൊരു സ്ഥലം അവർ നാച്ചുറലായിട്ട് ഉള്ളൊരു ചെടികളൊക്കെ നടത്തി, അതുകൊണ്ട് തന്നെ ഒരു ഇത് ഉള്ളത്. ചെടികൾ നടത്താനുള്ള ശ്രമത്തിലാണ്. തിരിച്ചു പോണോ? മഴ ചെറുതായിട്ട് ചാറ്റൽ മഴയുള്ള കാരണം ചോക്ക് വേണ്ട, വീട്ടിലേക്ക് തിരിച്ചു പോകാനുള്ള ശ്രമത്തില്ല. വാ എൻ്റെ ഫ്രണ്ട്സൊക്കെ അവിടെ ഉണ്ട്. ബാ, അവിടെ എല്ലാവരും ഉണ്ടാവും. ബാ വേഗം വാടാ ചോക്ക. മതി കാണൊരു മടി, അലർജിയാണെന്ന് തോന്നുന്നു മേത്ത് വീഴുന്നത്. വാ മടി വേണേ, വാടാ കയറ് കേട്ട് വാ. പിടിക്കാതെ നമുക്ക് തീർപ്പണ്ടേ. നമ്മളങ്ങനെ നടന്ന് നമ്മളുടെ കോമ്പൗണ്ടിൽ തന്നെയാണ് കേട്ടോ. നമ്മളുടെ വീടിൻ്റെ ഉള്ളിൽ തന്നെയാണ്, കോമ്പൗണ്ടിൽ തന്നെ എല്ലാ പരിപാടികളും ഉണ്ട്. ഇവിടെ നടന്ന് ഞങ്ങൾ വരുമ്പോൾ ഇവിടെ കുട്ടികൾക്കൊക്കെ കളിക്കാനായിട്ട് ഉള്ള സ്ഥലങ്ങളുണ്ട്. കുട്ടികൾക്കൊക്കെ കളിക്കാനുള്ള ഊഞ്ഞാലുകളും അതും ഇതും ഒക്കെ. പുല്ലേ കയറാം, ബാ പുല്ലേ കൂടെ നടക്കാം. ബാ പുല്ലേൽ നടന്നാലോ, ബാ പുല്ലേലും കയറൂലേ. ബാ
കേറി. നായികേ, വലിയ മഴയാണതിന് മുമ്പ് നമ്മുടെ പരിപാടികളൊക്കെ നടത്തി പോകാം എൻ്റെ പെണ്ണേ. ബാ 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 ബാ. ഒരു പ്രാവശ്യം ഓടിവാ വാടാ. വാ പെണ്ണേ, ദേഷ്യത്തെ നോക്കാതെ ബാ. എല്ലാവരും ഹായ് പറഞ്ഞേ, ഗുഡ് മോർണിംഗ് പറഞ്ഞേ. നടക്കൂലെന്ന്, വാശിക്കാരിയാണ് പെണ്ണ്. അവൾക്ക് തിരിച്ചു തന്നെ പോണം. തിരിച്ചു പോകുമ്പോൾ ഭയങ്കര മൂടാ അല്ലേ. വാ 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 വാ. വരൂ. നടന്നു വരുമ്പോൾ ഞങ്ങളുടെ അടുത്ത് തന്നെ ഒരു കുളമുണ്ട്. വീടിനോട് അടുത്ത് ചേർന്നുള്ള കേട്ടോ, ചെറിയൊരു കുളം പോലത്തെ ചെയ്യാൻ തുടങ്ങി കേട്ടോ. ആ കാണുന്നതാണ് ഇവിടെയുള്ള ട്രാഫിക് പോലീസിൻ്റെ ടെസ്റ്റൊക്കെ നടത്തുന്നത്. ഇനിയിപ്പം മഴ തുടങ്ങി, നമുക്ക് വീട്ടിലേക്ക് പോയാലോ? അത് ഭയങ്കര ഇഷ്ടമാണല്ലേ വീട്ടിലേക്ക് പോകാൻ. വാ വാ, നമുക്ക് തിരിച്ചു പോവാം. അത് സ്പീഡിൽ ഓടി വരാം അല്ലേ. വാ ഓടി വാ. ഇവിടെയൊക്കെ പണി നടക്കുന്നതാണ്. അവിടെയൊക്കെ അതും ഇതൊക്കെ കിടക്കുന്നത്. നമുക്ക് വീട്ടിൽ പോകാം. ഓടിയ പോകാൻ ഭയങ്കര ഇൻട്രസ്റ്റ് അല്ലേ. വീട്ടിൽ പോകാൻ ഇഷ്ടമാണല്ലേ. മഴ പെയ്യാൻ തുടങ്ങി. മഴ കുട ഭയങ്കര സ്പീഡാണ് കേട്ടോ. വേറൊന്നും കൊണ്ടല്ല, മഴ കാരണം മഴയത്ത് തിരിച്ചോടുന്നു കേട്ടോ. സ്പീഡിലോടുന്നു. വന്നതിനേക്കാളും ഡബിൾ സ്പീഡിലാണ് പോണത്. നമ്മുടെ വീടെവിടെയല്ല, അമ്മ മുകളിൽ നിന്ന് നോക്കി നിൽപ്പുണ്ടാവും. ഇരിക്കണം. അങ്ങോട്ടാണ് പോകേണ്ടത്, ഇവിടെയല്ലേ വീട്. മഴയായി സ്ലിപ്പാവരുതാണ്ട് ചേച്ചി. ആ ചേച്ചി മഴയത്ത് നിന്ന് ചേച്ചി അല്ല കേട്ടോ, നല്ല പ്രായമുണ്ട്. ഒരു 60-65 വയസ്സെങ്കിലും ഉണ്ടാവണം. ഇപ്പോഴും മഴയത്ത് നിന്ന് എക്സർസൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവരത് കഴിഞ്ഞിട്ടേ പോകുക കണ്ടോ. ഞങ്ങൾ ഓടിപ്പോണേ. ഞങ്ങളുടെ ഫൗണ്ടൻ സ്റ്റാർട്ടായി. പക്ഷെ അവിടെയൊക്കെ കൺസ്ട്രക്ഷൻ വർക്ക് നടക്കുന്നത് കൊണ്ട് അവിടെയൊക്കെ എല്ലാം പളിച്ച് പറിച്ചൊക്കെ ഇട്ടിരിക്കുന്നതാണ്. എന്തായാലും ഭയങ്കര ബ്യൂട്ടിഫുള്ളി മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നതാണ്. പിന്നെ മഴയുടെ ഒരു ഇതുണ്ട്. ചെറിയൊരു ഫൗണ്ടൻ ഉണ്ട്. ചോപ്പുൻ്റെ വീട് ഇതിൻ്റെ മുകളിൽ 18ാമത്തെ നിലയിലാണ് ചോപ്പുൻ്റെ വീടല്ലേ. ഓക്കെ, അപ്പോൾ ബൈ ഫ്രണ്ട്സ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഞങ്ങൾ പുതിയ വീഡിയോകളുമായിട്ട് മുന്നോട്ട് വരുന്നതാണ് കേട്ടോ. ബൈ. എല്ലാവരും ബൈ പറഞ്ഞു.